ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ജേണൽ സപ്ലൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. 4 തീമിലാണ് ചെയ്തിട്ടുള്ളത്: റെയിൻബോ, പേസ്റ്റൽ ഗ്രീൻ, പർപ്പിൾ ആൻഡ് ബോഹോ തീം. ആദ്യം തന്നെ സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കുന്നത്. പേപ്പർ എടുത്ത് ഇതുപോലെ ഷേപ്സ് വരച്ച് കളർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനുള്ള ബ്ലാക്ക് ജെൽ പെന്നോ CD മാർക്കറോ വെച്ച് പിക്ചേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റോ വാട്ടർ കളേഴ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ പേസ്റ്റൽ കളേഴ്സിലുള്ള ബ്രഷ് പെൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ CD മാർക്കർ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് ആൻഡ് സ്റ്റാമ്പ്സ്, പാറ്റേൺ പേപ്പേഴ്സ്, വാഷി ടൈപ്സ്, പിന്നെ ബുള്ളറ്റ് നോട്ട്സ് ആണ് ചെയ്തെടുക്കുന്നത്. പർപ്പിൾ ആൻഡ് വയലറ്റ് കളർ വെച്ചിട്ട് റൗണ്ട്സ് വരച്ച് ഉള്ളിൽ കുറച്ച് കുഞ്ഞു ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. പേസ്റ്റൽ ഗ്രീൻ ഇതുപോലെ തന്നെ കളർ ചെയ്തെടുത്തിട്ട് ഉള്ളിൽ ഇതുപോലെ എഴുതി കൊടുത്തു. ഇനി സ്റ്റിക്കേഴ്സിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കാം. റെയിൻബോ തീമിലുള്ള സ്റ്റിക്കേഴ്സ് ചെയ്യാനായിട്ട് ആദ്യം വയലറ്റ്, ദെൻ ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ പേസ്റ്റൽ കളർ വെച്ചിട്ട് ഏകദേശം റെയിൻബോ പോലെ കളർ ചെയ്തിട്ടുണ്ട്. അറിയാലോ, പേസ്റ്റൽ കളേഴ്സിൽ റെഡ് കളർ ഉണ്ടാവില്ല. ഇനി നമ്മുടെ ഇഷ്ടം പോലെ ഇതിൽ ചിത്രം വരയ്ക്കാം, അല്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. റെയിൻബോ തീമിലുള്ള സ്റ്റിക്കേഴ്സ് ഞാൻ സ്റ്റാമ്പ്സ് ആയിട്ട് യൂസ് ചെയ്യാനാണ് വിചാരിക്കുന്നു. ഇതുപോലുള്ള സിസേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ സിസേഴ്സ് വെച്ചിട്ടായാലും കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം. ആദ്യം റെയിൻബോ തീമിലുള്ള പാറ്റേൺ പേപ്പറാണ് ഉണ്ടാക്കുന്നത്. പേപ്പറിൽ ബ്രഷ് പെൻ വെച്ചിട്ട് റെയിൻബോ കളേഴ്സിൽ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രോസ് ചെയ്തിട്ടും വരച്ചിട്ടുണ്ട്. പർപ്പിൾ കളർ എടുത്തിട്ട് സ്കെയിലിനോട് ചേർത്ത് വരയ്ക്കുക. സ്കെയിൽ അമർത്തി ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്രെഡായി കിട്ടും. ഇനി അതിൻ്റെ ഗ്യാപ്പിൽ വയലറ്റ് കളർ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറൊരു പേപ്പർ എടുത്തിട്ട് സർക്കിൾസ് വരയ്ക്കുക, വയലറ്റ് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ പർപ്പിൾ വെച്ചിട്ട് കുറച്ച് പെറ്റൽസ് വരച്ചിട്ടുണ്ട്. പിന്നെ വയലറ്റ് കളർ വെച്ചിട്ട് തന്നെ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ ഗ്രീറ്റ് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബോഹോ തീമിലുള്ള പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൈ ബ്ലൂ, ഓറഞ്ച്, ബ്രൗൺ ഇത് വെച്ചിട്ട് ഓരോ ഷേപ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന ഷേപ്സ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു പൂക്കളും ഇലകളൊക്കെ വരയ്ക്കാം. അടുത്ത പേപ്പറിൽ സ്കൈ ബ്ലൂ വെച്ചിട്ട് യു ഷേപ്പ് വരച്ച് ബ്രൗൺ വെച്ചിട്ട് ഗ്യാപ്പിൽ ഫില്ല് ചെയ്തു. പിന്നെ കുറച്ച് പൂക്കൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് റോസാണ്. ഇനി പേസ്റ്റൽ ഗ്രീൻ വെച്ചിട്ട് ഗ്രിഡ് ലൈൻസ് വരച്ച് കൊടുക്കുക. അത് ക്രോസ് ചെയ്തിട്ടാണ് വരച്ചേക്കുന്നത്. ഇനി അടുത്തിൽ റാൻഡമായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കോറി വരച്ചിട്ട് മാറി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ലീവ്സ് വരച്ച് കൊടുത്തു. പിന്നെ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഗ്രിഡ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയിലുള്ള ഓരോ സ്ക്വയേഴ്സ്, ഇടയ്ക്കുള്ള ഓരോ സ്ക്വയേഴ്സിനെ ഷെയ്ഡ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി വാഷി ടേപ്സ് ഉണ്ടാക്കാം. ഇതിനായിട്ട് നീളത്തിലുള്ള വീതി കുറഞ്ഞ പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കണം. റെയിൻബോ കളേഴ്സ് ഫില്ല് ചെയ്യുക. പിന്നെ കുഞ്ഞ് സ്റ്റാർസൊക്കെ വരച്ചു. സ്കൈ ബ്ലൂ ആൻഡ് ബ്രൗൺ വെച്ചിട്ട് ബോഹോ തീം വരച്ചു. ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് വരച്ചാൽ ബോഹോ തീം വാഷി ടേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി പേസ്റ്റൽ ഗ്രീൻ കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുത്തു. സ്മൈലീസ് വരച്ചിട്ട് പിന്നെ സ്മൈലിന് എഴുതി കുറച്ച് ലവ് ഷേപ്സൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പർപ്പിൾ ആൻഡ് വയലറ്റ് വെച്ച് ഫ്ലവേഴ്സ് വരച്ചിട്ട് ഗ്രീൻ ലീവ്സ് വരച്ചു. 4 തീമിലുള്ള വാഷി ടൈപ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബുള്ളറ്റ് നോട്ട്സ് ഉണ്ടാക്കാം. അതിനായിട്ട് റെയിൻബോ കളേഴ്സ് അവക്കാഡോ ഷേപ്പിൽ വരച്ചെടുത്തു. ഉള്ളിൽ കുറച്ച് ബുള്ളറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേപ്പറിൽ റെയിൻബോ കളേഴ്സ് കൊടുത്തിട്ട് ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് ബോക്സസ് വരച്ചു. ഒരു കുഞ്ഞു സൂര്യനും ചന്ദ്രനും നക്ഷത്രമൊക്കെ വരച്ചിട്ടുണ്ട്. പർപ്പിൾ ആൻഡ് വയലറ്റ് ഇതുപോലെ കളർ ചെയ്തിട്ട് അതിൽ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് സർക്കിൾസ് വരച്ചു. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാം. ബ്ലൂ ആൻഡ് ബ്രൗൺ വെച്ച് ഷേപ്സ് വരച്ച് ബ്ലാക്ക് പെൻ വെച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതിൽ കുഞ്ഞു ബോക്സസും ഒരു കുഞ്ഞു ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പേസ്റ്റൽ ഗ്രീൻ വെച്ചിട്ട് ഫ്രെയിം പോലെ വരച്ചു. ഓവൽ ഷേപ്പിൽ ഡോട്ടഡ് ലൈൻസ് വരച്ചിട്ട് ഉള്ളിൽ ബുള്ളറ്റ്സ് ഇട്ട് കൊടുത്തു. പിന്നെ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് നമ്മൾ റാൻഡമായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യണ പോലെ വരയ്ക്കില്ലേ, അങ്ങനെ വരച്ചിട്ട് ബുള്ളറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 4 തീമിലുള്ള ഡിഫറെൻറ്റ് ജേണൽ സപ്ലൈസ് റെഡി ആയിട്ടുണ്ട്. പാറ്റേൺ പേപ്പേഴ്സ്, ബുള്ളറ്റ് നോട്ട്സ്, വാഷി ടേപ്സ്, സ്റ്റിക്കേഴ്സ് ആൻഡ് സ്റ്റാമ്പ്സ്. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ടുള്ള ജേണലിങ് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ.